നമസ്കാരം. കായിക താരങ്ങൾ പലപ്പോഴും തങ്ങളുടെ രാജ്യത്തിൻ്റെ അതിരുകൾക്കപ്പുറം ആരാധിക്കപ്പെടുന്നവരാണ്. എന്നാൽ കളിക്കളത്തിലെ മികവിനുമപ്പുറം അവരുടെ വ്യക്തിജീവിതത്തിലെ ഇടപെടലുകളും രാഷ്ട്രീയ നിലപാടുകളും പൊതുസമൂഹം അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യക്തികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും വലിയ അന്താരാഷ്ട്ര ചർച്ചകൾക്ക് വഴി തുറക്കാറുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ്റെ മുൻകാല ഫാസ്റ്റ് ബോളർ ഷൊയ്ബ് അക്തർ ഇപ്പോൾ കടുത്ത ഒരു വിവാദത്തിൻ്റെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുന്നത്. ഷൊയ്ബ് അക്തറിൻ്റെ സഹോദരൻ്റെ സംസ്കാര ചടങ്ങിൽ നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധമുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുത്തതാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ഷൊയ്ബ് അക്തറിൻ്റെ മുൻകാലങ്ങളിലെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളുടെയും നിലപാടുകളുടെയും പശ്ചാത്തലത്തിൽ ഈ സംഭവം കൂടുതൽ ഗൗരവത്തോടെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ ബൗളറായിരുന്ന ഷൊയ്ബ് അക്തറിൻ്റെ മൂത്ത സഹോദരൻ ഷാഹിദ് അക്തർ അന്തരിച്ചതിനെ തുടർന്ന് ഇസ്ലാമാബാദിൽ വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഒരു പ്രമുഖ കായിക താരത്തിൻ്റെ കുടുംബത്തിലുണ്ടായ വിയോഗമായതിനാൽ വലിയ തോതിലുള്ള ജനപങ്കാളിത്തം ഈ ചടങ്ങിലുടനീളം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുമായും അതിൻ്റെ രാഷ്ട്രീയ രൂപങ്ങളുമായും അടുത്ത ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ചില പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ എത്തുന്നത്. പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ഖാലിദ് മസൂദ് സിന്ധു, പാർട്ടി നേതാക്കളായ മുസമ്മിൽ ഇക്ബാൽ ഹാഷ്മി, സാജിദ് മീർ, സൈഫുള്ള കസ്തൂരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ നേതാക്കൾക്ക് ലഷ്കർ ഇ തോയ്ബ പോലെയുള്ള സംഘടനകളുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധമുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. പൊതുവേദിയിൽ ഈ നേതാക്കൾ അക്തറിൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പ്രചരിച്ചതോടെ വിഷയം അതീവ ഗൗരവമുള്ളതായി മാറി. ഈ നേതാക്കളുടെ സാന്നിധ്യം സ്വാഭാവികമായും ഷൊയ്ബ് അക്തറിന് മേൽ വലിയ രീതിയിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഉയരുവാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ ഈ നേതാക്കളെ അക്തർ വ്യക്തിപരമായി ക്ഷണിച്ചതാണോ അതോ പൊതുവായ ഒരു മരണാനന്തര ചടങ്ങായതുകൊണ്ട് അവർ സ്വമേധയാ എത്തിയതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മാത്രമല്ല, അക്തറിന് ഈ സംഘടനകളുമായി എന്തെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമോ ആശയപരമോ ഉള്ള ബന്ധമുള്ളതായി യാതൊരുവിധ ഔദ്യോഗിക തെളിവുകളും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. പാകിസ്ഥാനിലെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഒരു മരണാനന്തര ചടങ്ങിൽ ആർക്കും വന്ന് പങ്കെടുക്കാമെന്ന പൊതുരീതി നിലനിൽക്കെ ഇത്തരം നേതാക്കളുടെ സാന്നിധ്യം ക്രിക്കറ്റ് താരത്തിൻ്റെ അറിവോടെയാണോ എന്നത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. എങ്കിലും സംഭവം വൻ വിവാദമായി മാറിയിട്ടും ഷൊയ്ബ് അക്തറോ അയാളുടെ വക്താക്കളോ ഇതുവരെ ഔദ്യോഗികമായി ഒരു വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഈ വിവാദത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത് ഷൊയ്ബ് അക്തറിൻ്റെ മുൻകാലങ്ങളിലെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളും പ്രസ്താവനകളുമാണ്. ക്രിക്കറ്റിൽ വലിയൊരു കാലയളവ് ഇന്ത്യയിൽ നിന്നും ആരാധകരെയും സാമ്പത്തിക നേട്ടങ്ങളും സ്വന്തമാക്കിയ വ്യക്തിയായിരുന്നിട്ടും പല നിർണായക ഘട്ടങ്ങളിലും അയാൾ ഇന്ത്യക്കെതിരെയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെതിരെയും പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. സമീപകാലത്ത് നടന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ കളിക്കാർ പാകിസ്ഥാൻ താരങ്ങൾക്ക് ഹസ്തദാനം നൽകാതിരുന്നതിനെ അക്തർ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. സ്പോർട്സിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് വാദിച്ച അക്തർ പാക് ക്യാപ്റ്റൻ പ്രസന്റേഷൻ ചടങ്ങ് ബഹിഷ്കരിച്ചതിനെ പരസ്യമായി പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. കൂടാതെ ഇന്ത്യയുടെ ക്രിക്കറ്റിലുള്ള ആധിപത്യത്തെ പണക്കൊഴുപ്പുള്ള പണക്കാരൻ കുട്ടിയുടെ അഹങ്കാരമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ക്രിക്കറ്റിനെ നശിപ്പിക്കുകയാണെന്ന തരത്തിലുള്ള വിവാദപരമായ പ്രസ്താവനകളും അയാൾ നടത്തിയിരുന്നു. ഇത്തരം നിലപാടുകൾ ഇന്ത്യൻ ആരാധകർക്കിടയിൽ അയാളോടുള്ള അതൃപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ വിരുദ്ധ ഉള്ളടക്കങ്ങളെയും പ്രകോപനപരമായ പ്രസ്താവനകളെയും പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ഷൊയ്ബ് അക്തറിൻ്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ ഉൾപ്പെടെയുള്ള ചില പാക് ഡിജിറ്റൽ മാധ്യമങ്ങൾക്ക് ഇന്ത്യൻ ഗവൺമെൻറ് മുൻപ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. രാജ്യസുരക്ഷയ്ക്കും സമാധാനത്തിനും ഭീഷണിയാക്കുന്ന തരത്തിലുള്ള വ്യാജ നറേറ്റീവുകൾ സൃഷ്ടിക്കുന്നതിൽ ഇത്തരം ചാനലുകൾ പങ്കുവഹിക്കുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു ഈ നടപടി. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഭീകരവാദ ബന്ധമുള്ള സംഘടനകളുടെ നേതാക്കൾ അക്തറിൻ്റെ കുടുംബ ചടങ്ങിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. മുൻകാലങ്ങളിലെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളും ഇപ്പോഴത്തെ ഈ വിവാദ സാന്നിധ്യം കൂട്ടിവായിക്കുമ്പോൾ അക്തറിന് ഭീകരവാദ അനുഭവമുള്ള ഗ്രൂപ്പുകളുമായി എന്തെങ്കിലും തരത്തിലുള്ള അവിശുദ്ധ ബന്ധമുണ്ടോ എന്ന സംശയം ശക്തമാവുകയാണ്. കായിക രംഗത്ത് വലിയ ആരാധകരുള്ള ഒരു താരം ഇത്തരം ഗുരുതരമായ വിവാദങ്ങളുടെ നിഴലിൽ അകപ്പെടുന്നത് അയാളുടെ കായിക ജീവിതത്തിലൂടെ നേടിയെടുത്ത അന്താരാഷ്ട്ര വ്യക്തിപ്രഭാവത്തിന് വലിയ കോട്ടമുണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വരും ദിവസങ്ങളിൽ അക്തർ ഈ വിഷയത്തിൽ കൃത്യമായൊരു വിശദീകരണം നൽകി വിവാദങ്ങൾക്ക് വിരാമമിടുമോ എന്നാണ്
കായിക ലോകവും ആരാധകരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഈ വിവാദങ്ങൾക്കൊപ്പം തന്നെ കൂട്ടിവായിക്കപ്പെടുന്ന ഒന്നാണ് മുൻപ് ഒരു പാകിസ്ഥാനി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷൊയ്ബ് അക്തർ നടത്തിയ ഗാസ്വ ഇ ഹിന്ദ് എന്ന വിവാദ പരാമർശം. ഇന്ത്യയെ ആക്രമിക്കുന്നതിനെക്കുറിച്ചും കീഴടക്കുന്നതിനെക്കുറിച്ചും ഉള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ ആശയങ്ങളെ പരാമർശിക്കുന്ന ഈ പ്രസ്താവന വലിയ രീതിയിലുള്ള പ്രകോപനമുണ്ടാക്കിയിരുന്നു. ഒരു അന്താരാഷ്ട്ര കായിക താരം ഇത്തരം തീവ്രമായ ആശയങ്ങളെയും പ്രവചനങ്ങളെയും ഒരു മാധ്യമ ചർച്ചയിൽ പരാമർശിച്ചത് അയാളുടെ ആരാധകരെ പോലും നിരാശപ്പെടുത്തുകയും വലിയ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു. ഇത്തരം തീവ്ര നിലപാടുകളും പ്രസ്താവനകളും കായിക താരങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന കടുത്ത വിമർശനമാണ് അക്കാലത്ത് ഉയർന്നു വന്നത്. ഈ സാഹചര്യത്തിൽ അജ്ഞാതരായ വ്യക്തികളോ ഗ്രൂപ്പുകളോ അയാളെ ലക്ഷ്യപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന സുരക്ഷാപരമായ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ്. പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ ആഭ്യന്തര സുരക്ഷാ സാഹചര്യം അതീവ സങ്കീർണമാണെന്ന് നമുക്കറിയാം. വിവിധ തീവ്രവാദ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ആഭ്യന്തര കലഹങ്ങളും വ്യത്യസ്ത ആശയങ്ങൾ പുലർത്തുന്ന സംഘടനകൾ തമ്മിലുള്ള കൂടിപ്പകയും അവിടെ പതിവാണ്. ഇത്തരമൊരു അന്തരീക്ഷത്തിൽ വിവാദപരമായ പ്രസ്താവനകൾ നടത്തുന്നവരും വിരുദ്ധ ചേരികളിലുള്ള സംഘടനകളുമായി ബന്ധം പുലർത്തുന്നവരുമായ പൊതുവ്യക്തികൾ പലപ്പോഴും പല ഗ്രൂപ്പുകളുടെയും നിരീക്ഷണത്തിലോ ലക്ഷ്യത്തിലോ വരാൻ സാധ്യതയുണ്ട്. കായിക താരങ്ങൾ പോലും സുരക്ഷാ ഭീഷണികളിൽ നിന്ന് മുക്തരല്ലെന്ന് മുൻകാല സംഭവങ്ങൾ തെളിയിച്ചിട്ടുള്ളതുമാണ്. എന്നിരുന്നാലും ഒരു വ്യക്തിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടോ ഇല്ലയോ എന്നത് പൂർണ്ണമായും വിലയിരുത്തേണ്ടത് ആ രാജ്യത്തെ സുരക്ഷാ ഏജൻസികളും രഹസ്യാന്വേഷണ വിഭാഗങ്ങളുമാണ്. ഔദ്യോഗികമായി അക്തറിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള അവിശുദ്ധ ബന്ധങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇത്തരം ചർച്ചകൾ നിലവിൽ മാധ്യമ വിശകലനങ്ങളുടെയും സമൂഹ മാധ്യമങ്ങളിലെ ഊഹാപോഹങ്ങളുടെയും തരത്തിലാണ് നിലനിൽക്കുന്നത്. എങ്കിൽ പോലും ഒരു അന്താരാഷ്ട്ര കായിക താരം എന്ന നിലയിൽ ഇത്തരം സെൻസിറ്റീവായ വിഷയങ്ങളിൽ നിന്നും തീവ്രവാദ അനുഭവമുള്ള ഗ്രൂപ്പുകളിൽ നിന്നും അകലം പാലിക്കേണ്ടത് അക്തറിൻ്റെ വ്യക്തിപരമായ സുരക്ഷയ്ക്കും ആഗോളതലത്തിലുള്ള പ്രതിച്ഛായയ്ക്കും അത്യന്താപേക്ഷിതമാണ്. വരും ദിവസങ്ങളിൽ തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് സുരക്ഷാ ആശങ്കകൾക്കും വിവാദങ്ങൾക്കും വിരാമമിടാൻ അക്തർ തയ്യാറാകുമോ എന്നതാണ് കായിക ലോകം ഉറ്റുനോക്കുന്നത്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.